ഹലോ, മുണ്ടൂർ പോസ്റ്റ് ഓഫീസ്. ടെലഗ്രാമോ? ആ പറയൂ. ടു പത്മനാഭൻ മാസ്റ്റർ, താഴത്തെ വീട്, മുണ്ടൂർ PO. ആ മെസ്സേജ്. എന്റെ ഈശ്വര, നേരാണോ മാഷെ? അതേ ദേവകി. മാഷെ, ഇത് ഉണ്ണിയുടെ വിവരം തന്നെയാണോ? അതെ, നമ്മുടെ ഉണ്ണി നാഗപട്ടണത്തുണ്ടെന്ന്. ടെലഗ്രാം അടിച്ചത് ആരാ? പൗരസമിതിക്കാരാ. ആരെങ്കിലും പോയി ഒരു വണ്ടി വിളിച്ചോണ്ട് വരുവേൻ. മാഷെ, നമ്മൾ ഈ നിമിഷം പുറപ്പെടുന്നു നാഗപട്ടണത്തെ. വേഗം പുറപ്പെട്ടുള്ളൂ. സഹോദരൻ തമ്പി, പൗരസമിതിക്ക് പോറ വഴി ഏത്? எந்த பௌரசமிதி? കേരള പൗരസമിതി. ஓ, கேரளா பௌரசமிதியா? ஃபர்ஸ்ட் ரைட்ல போங்க, அப்புறம் செகண்ட் லெஃப்ட், மாரியம்மன் கோயில் பக்கத்துல. வணக்கம். சரி. അച്ചോ, ഇത് തന്നെ ഓട്. മുണ്ടൂരിൽ നിന്ന് മാഷ് താനേ? ഞാൻ താ അടിച്ചത്. കമ്പി അടിച്ചതാ சொன்னது. ഓഹോ, നീ കമ്പി കൊണ്ട് എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് കോംപ്രമൈസ് ഇല്ല. അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല അണ്ണാച്ചി, ഒരു അബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ, അഴകേശൻ താനേ? അവരുള്ള ഇരുക്കാറ്. വാങ്ങോ. അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ? ஐயா, முண்டூரில் இருந்து மாஷ் வந்திருக்கு. தெரியும்டா. வாங்க சார். வணக்கம் சார். வணக்கம். உட்காருங்க. வாங்க. உட்காருங்க சார். வாங்க. வாங்க. உட்காருங்க சார். உட்கார. ஆமா, நீங்க ഉണ്ണിയുടെ ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. നമസ്കാരം. നമസ്കാരം. നീങ്ക? ഞാൻ അച്ഛനാണ്. അല്ല, ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ. എന്താ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. നിങ്ങൾ ആളെ കാണിക്കേ. എനിക്കത് കേട്ടാ മതി. വന്നാട്ടെ. கொஞ்சம் தள்ளுங்க சார். എന്തൊക്കെ? கொஞ்சம் தள்ளுங்க சார். ഭാസ്കര, അവൻ തള്ളാൻ പറഞ്ഞ ഞാൻ തള്ളി. അണ്ണാച്ചി ക്ഷമിക്കൂ. നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. நான் என்ன பண்ணது? കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷമായി. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടെന്തിയെ? ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. എന്റെ മുണ്ട എവിടെ? ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ പേടിക്കണ്ടേ. നിങ്ങൾക്ക് അത് മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. അവനിപ്പോ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികളുണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബിയുണ്ട്. മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല. അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം. ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. 5-6 മാസമായിട്ട് ഞങ്ങക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ.
ഒന്നുമില്ല മോനെ. ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അത് പള്ളിയിലച്ഛൻ. ഇത് നിന്റെ അച്ഛൻ. അച്ഛാ ഉണ്ണിക്കുട്ടാ. അച്ഛാ ഇതാരാ അച്ഛാ? അയ്യോ അച്ഛാ, ദേ കണ്ടോ പച്ച കുത്തിയത്. അച്ഛാ പച്ച. ഈ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ് അച്ഛാ. മോനെ, അച്ഛന്റെ സിഗരറ്റ് എടുക്കാൻ ഒരു വീഡിയോ എത്തിക്കാൻ. സിഗരറ്റ് പക്ഷെ അത് സിഗരറ്റ് നിന്റെ എല്ലുണ്ടോടാ? കത്തിയുണ്ട് കത്തി. കത്തിക്കണ്ട, കത്തിക്കും ഞാൻ. അച്ഛാ ദൈവമേ, മാഷ് അവരിക്ക് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. നിക്ക് നിക്ക്, ഒന്ന് നിക്കല്ലേ. അങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു. മാഷ അനുഗ്രഹിക്കണം. ഉണ്ണി എന്തിയെ? മോനെ, ഇതാരാണെന്ന് നോക്ക്. ഉണ്ണി, നീ ഇങ്ങ ഇറങ്ങി വന്നേ. നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻ കുട്ടി ആളാകെ മാറി. കയ്യത്തെ തമാശ, ഇവന്റെ പഴയ തമാശ ഒന്നും കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ? കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം, വാ. അല്ല കൃഷ്ണൻകുട്ടി, ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ. ഇതെന്റെ ഭാര്യ. ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ. മാറിയടാ. ഇതെന്റെ ഭാര്യ. ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരനാ, കളിക്കൂട്ടുകാരനാ. സിനിമയിലാണ് ജോലി. സിനിമയിലാ. ക്യാമറമാനാണ്. എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. അയ്യേ, നിങ്ങളുടെ ഒന്ന് കല്യാണമല്ലോ. അയ്യോ അയ്യോ, എങ്ങനെയുണ്ടാ ഞാൻ പാന്റ് എടുത്തിട്ട്? ഓ കൊള്ളാശാനെ. ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ. അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് സസ്പെൻസ് പൊളിവില്ലായിരുന്നു. ഓ, ഫസ്റ്റ് നൈറ്റിന് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. തുന്നടാ, സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. പനമുട്ടാതെ. കൃഷ്ണൻകുട്ടി, ആ, ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്ത് പറ്റി? അതിർത്തി തർക്കം. ആ, ഞാൻ എന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ ആ. പിടിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെ അയ്യോ, അത് തീർന്നില്ലേ? എവിടെ തീരാൻ. ദേ, ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലാനെന്ന് വെച്ചാ ചില്ലുവാനം വെച്ചാൽ 6 ലിങ്സ് വരും. ദേ, ആ. ഇതാണ് കിഴക്കേ അതിരി. നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, ആ, അതിലേ ഒരു 20 സെന്റ് സ്ഥലം. ആ, ഇങ്ങനെ 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 അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു വെച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ കിട്ടേ അത് കേസിൽ കിട്ടുന്ന പറമ്പാണ്. അതെ, ആ. ഇനി ഞാനും 2 പെങ്ങന്മാരുണ്ടേ. പെങ്ങന്മാർ ഇനിയുണ്ടോ? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത്. ആ. അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് ഈ 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് വഴിക്ക് പോയില്ലേ? ഓ, വഴി വഴി വഴി. ആ. അത് മാറ്റി പോയി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? എന്താ എന്താ ഇത്? കുളം 6 സെന്റ് കുളം അല്ലേ? അയ്യോ, കൊളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്നു ഞാൻ ചോദിച്ചതിനെ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക്. 5 സെന്റ് ഇത് വഴി, ഇത് ചില്ലുവാനും. അതൊക്കെ വീട് ആ. എന്റെ അളിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോന്നത്. നീ കണ്ട കൃഷ്ണൻകുട്ടി ഉവ്വാ. എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? ആഹാ, എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ, മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പൂപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ, എക്സ്പോർട്ടിംഗ് ആണ്. അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിങ് നടക്കും. ആ. മുണ്ടാ. എന്നാ. ആ. ആ. അപ്പ ശരി എന്നാൽ ആ. വനജേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പം ഇതാ.
ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണ് ആ വീതം വെച്ച് കളിച്ചത്. ഓമനക്കുട്ട, ഓമനക്കുട്ട. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഉണ്ണിക്കുട്ടാ, അളിയാ, മോനെ ഉണ്ണിക്കുട്ടാ, എസ്പോർട്ട് അളിയാ, എന്റെ ചേച്ചി വന്നടാ. അളിയോ അളിയോ, താനാരാ? അളിയൻ, അളിയോ, താനാരാ വിളിക്കണേ? അളിയനെ, അളിയോ. അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. നീ ആരാ? എന്താടാ ഇതാ നമ്മുടെ ഉണ്ണി. അളിയാ, ഇതായിരുന്നു എന്റെ അളിയൻ, എന്റെ പൊന്നളിയാ. കണ്ണിൽ എന്നോച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. തിരിയിട്ട് കത്തിക്കാരില്ലടാ. ഈ അളിയന്റെ ഒരു തമാശ. അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിയുള്ള ടോക്ക്, കാഷ്വൽ ടോക്ക്. ഞാൻ വിട്ടെ. ആഹാ, ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ. ബാലിയ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് സംസാരിച്ച് ശരിയാവില്ല. നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ? അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. ഈ അളിയന്റെ ഒരു തമാശ. ഓ, അളിയൻ. വേണ്ട വേണ്ട, ചുറ്റേ ചുറ്റിക്കൊന്നും വേണ്ട. അതൊക്കെ വേണം. ആളിയോടെ നിൽക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്താ ഇത്? എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലെ ഈ വീട്ടിലില്ലേ? ആളിയോട് നിൽക്ക്, ഞാനിപ്പോ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓമനക്കുട്ട വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. അച്ഛാ, ആരാ ഇപ്പൊ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ, വനജയുടെ. ആണാ? ആരാ ഈ വനജ? എന്നാലും എന്റെ മോനെ നീ മഞ്ചേച്ചിയുടെ പേര് പോലും മറന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല. അതുകൊണ്ട് വഞ്ചിച്ചിന്റെ അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. അതുകൊണ്ട് മോനങ്ങോട്ട് പോന്നോളൂ. അളിയാ, ഞാൻ റെഡി. നമുക്ക് പോവാം. ഓമനക്കുട്ട, നീ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾ അളിയനും അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അളിയ, നമുക്ക് ഇറങ്ങാം. പിടിക്ക്. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ? ഡോണ്ടു ഡോണ്ടു. ഓമനക്കുട്ട വേണ്ട, ഞാൻ പറയുന്നു. പോയിക്കോട്ടെ. ബിസിനസ്സിൽ നമ്മൾ ഓരോ അടിയും സൂക്ഷിച്ചു വെക്കണം. അയ്യോ, ആരത്? ആരുമില്ല ആരുമില്ല. ആരുല്ലേ? സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. അയ്യോ, ഞാൻ പന്നി. ആരാ? പെങ്ങളൊക്കെ ടി എസ് തന്നെ തുക തരുമോ അളിയാ? വാളിയാ. നോക്കച്ച, എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഈശ്വര, ഓടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി, ഇത് ഞാനാടി, ഓമനക്കുട്ടൻ. അയ്യോ, നിങ്ങളായിരുന്നോ? നീ ഒന്നിങ്ങോട്ട് വന്നേ. വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. മനുഷ്യന്റെ ഒരു കാര്യം. നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ. നാട്ടുകാരൻ മുണ്ടും പറിച്ചിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്. അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മയും പറയണ കേട്ടു. എന്തപ്പ ഉണ്ടായേ? അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി. അവർ ചെന്നപ്പോ എന്റെ മുണ്ടും പറിച്ച് ഒറ്റ ഓട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടി. നാണം മറക്കാൻ അരക്കപ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീനിന്റെ ചെല്ലു. അപ്പോഴേ ഒരാൾ തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണു. എന്നിട്ട് തോട്ട പൊട്ടിയ തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്. ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓഹോ, ഇതാ ഉണ്ണേട്ടം പഠിച്ചിരുന്ന സ്കൂള്. ആണാ? കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ? ഉച്ചക്കൻ പോടാ. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ഉണ്ണി, നീ എവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കണേ? അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷല്ലേ ഉണ്ണേട്ടാ? അയ്യേ, മാഷേ, ടീച്ചറെ, ഇതാ എന്റെ മോൻ ഉണ്ണി. ഇതാ സുന്ദരി ടീച്ചറെ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കണേന് മുമ്പാണ് സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അവനൊന്നും പറയരുത്. അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയട്ടെ. ഒന്ന് വേഗം ആയിക്കോട്ടെ. ഉള്ളിയും കൊണ്ട് വീട്ടിൽ പോക്കോളൂ. അച്ഛാ, ഉണ്ണേട്ടാ കൊണ്ടുപോക്കോളൂ. വാ ഇങ്ങോട്ട്. അച്ഛൻ ഞാനും വരാം. വേണ്ട വേണ്ട അമ്മു. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന.
ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. കുട്ടികളുണ്ട് അവര് ഞാൻ നന്നായിട്ട് പാടും. ഞാൻ പാടാം. പാടിക്കോട്ടെ മാഷേ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? ശരി, പക്ഷെ പാടിക്കോട്ടെ മാഷേ, ഉണ്ണി പാടിക്കോട്ടെ. അവര് പറയണ കേട്ടോ. ഞാൻ പാടാം. ഉണ്ണി പഠിച്ചത്. ഞാൻ പാടട്ടെ. മാറ് മാറ് മാറടി. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വരത്തത് ഉപ്പേരി കോഴി തൂവൽ ചമ്മന്തി. ഞാനോട് വറുത്തപ്പൻ നൂഡിൽസ് നൂഡിൽസ്. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ അട്ട വരത്തത് ഉപ്പേരി കോഴി തൂവൽ ചമ്മന്തി. മാറ്. അച്ഛൻ പോടാ. സാറേ സാറേ കല്യാണം സാറിന്റെ വീട്ടില് സാമ്പാറ്. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. ഓടതടിയാ കല്യാണം. സാറേ സാറേ സാമ്പാർ ആരുടെ വീട്ടിലെ കല്യാണം? ഐ വിൽ ക്യാൻസൽ ദി അപ്രൂവൽ. ഫസ്റ്റ് ബിറ്റ് എക്സ്പീരിയൻസ്. ഇത്ര തരണ്ടാണ്. മുണ്ടൂര് ആരോ അറിഞ്ഞിട്ട പേരാ. സഹോദരാ, ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാന്റും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത്, ഇല്ലയോ? എന്താ വെളിച്ചപ്പാട്? അസാധാരണമായ വേഷത്തിലാണോ പറയെടുക്കാൻ വരുന്നത്? ഇതിലും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. അച്ഛാ ഞാൻ പറ. നീ പറയലടാ, പറയും പറ. ഇനി ഒന്ന് എന്നറിയോ? ദേവി മുണ്ട് വരയ്ക്കും, ഓടിക്കൂ. എനിക്ക് അളിയനെ ഇഷ്ടം. അതിനാണ് ഈ കൊലക്കടി. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്നത് നന്നായിരിക്കും. പട്ടി, അയ്യോ, നിങ്ങളൊരു കാര്യം ചെയ്യും, താഴെ കാവിലേക്ക് വെക്കോ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം. അയ്യോ പട്ടി, ദേവി രക്ഷിക്കണേ. ഓടി പട്ടി, മോൻ പട്ടി, ഓടി. ഞാൻ പറഞ്ഞില്ലേ, ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോ അച്ഛൻ മുണ്ടേ ഉടുക്കൂ. സൺഡേ ക്ലാസ്സിൽ ഞങ്ങളെ ബെൽറ്റ് വെച്ച് അടിച്ചതാ ആ അച്ഛൻ. അച്ഛൻ ഇപ്പൊ എന്തിനാ മുണ്ട്? നീ പോയി പറിച്ചോണ്ട് വാ. എനിക്ക് സേർട്ട് തരോ? തരാം. അവൻ എന്റെ മുണ്ടൊരിഞ്ഞു. ഇവിടെ കുഞ്ഞവറ, എടാ കുഞ്ഞവറ, എന്തോ ഒന്ന് ഇത്രടം വരെ വന്നേ. വരല് മുട്ടമായെന്ന് താഴെയും പോയി. കുഞ്ഞവറ, കൊണ്ട് പറഞ്ഞോ. നീ ഇങ്ങോട്ട് വരണ്ട.
എന്താണ് ഉണ്ണി എന്താണ് കാലത്ത് കഴിച്ചത്? കഴിച്ചതല്ല അഴിച്ചതാ. കർത്താവ്, ഇത് അച്ഛന്റെ മുണ്ടാണല്ല. ഈശോയെ, അപ്പ അച്ഛനും ഉണ്ണീശോയാ? അച്ഛോ, കൊച്ചു കുട്ടിയാണ്, വികൃതിയാണ്. എന്നിട്ടിപ്പോ എന്തായി? ആ പള്ളിയിലെ അച്ഛന് മുണ്ടു കുറച്ച് പതുക്കെ തൃപ്തിയായില്ലേ? ചേടാ, ഇടവകയിലെ അച്ഛൻ മുണ്ട് കൊടുത്തോ നടക്കുമെന്ന് അവൻ അറിയോ? അവൻ കുഞ്ഞല്ലേ? കുഞ്ഞു നല്ല പെട കൊടുക്കാത്തൊരു കുഴപ്പാ. അവൻ കുഞ്ഞ് തന്നെ മാഷേ, ഇതൊക്കെ അവന്റെ വികൃതിയല്ലേ. വലുതാകുമ്പോ ശരിയായിക്കൊള്ളൂ. എന്റെ കാരണോട് ആ കൊട്ടയത്ത് തലയിൽ വെച്ച നീങ്ങി നടയുന്നേ. അച്ഛാ, പിച്ചക്കാര് വരുന്നു. അച്ഛനെ കൊണ്ട് വന്നാലേ മാഷ് ക്ലാസ്സിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞോണ്ടാണ് ഈ അച്ഛനെ കൊണ്ട് വന്നേക്കണേ. ക്ലാസ്സിൽ കയറിക്കോ. പാവം. എന്താച്ചോ, എന്താ എല്ലാരും കൂടെ? അച്ഛൻ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല. അതെങ്കി തരൂ. അച്ഛോ, ഓ, എന്താ ഇത്? അത് ഒരു ടെലഗ്രാം പോലെ നാട്ടുകാർ തയ്യാറാക്കിയ ഒരു നിവേദന. നിവേദനോ? അതേ, നിവേദനം. അതിന്റെ ബാക്കി ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഉള്ളത് പറയാലോ മാഷെ. ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് ഈ നാടിന്റെ ഒരു ആവശ്യമാണ്. അതാണ് ഈ നിവേദ്യം. നിവേദ്യല്ല, നിവേദനം. അതെങ്കിൽ അത് തന്നെ. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? മാഷ് ഒന്നും വരണ്ട, കാര്യങ്ങളൊക്കെ ഏറ്റോളാന്ന് വൈദ്യരച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്ര എത്ര കേസുകൾ ശരിയാക്കിയ ആള് അച്ഛൻ. പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. മാഷ് പേടിക്കണ്ട, ഇത് ആയുർവേദമാണ്. സ്നേഹപാനം, നസ്യം, ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം. ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷെ. എല്ലാം അച്ഛൻ നോക്കിക്കോളും മാഷേ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും. ഇടിക്കാനും ഇടിച്ചു പൊടിക്കാനും ഞാൻ ഒരാൾ മതി. അവരെത്ര പേരുണ്ടാവും? നിന്റെ ഇടിയല്ല ഭാസ്കര, ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ടാവും. അപ്പോഴും അരയ്ക്കാൻ ആള് മാറ്റിപ്പിടി വിളിച്ചപ്പോടെ. അരയ്ക്കാൻ ആള് വേണ്ടേന്ന്. അതിന് പേടിക്കണ്ട, ആള് നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചവർണത്തിന്റെ നല്ല അരയാ. അച്ഛൻ അറിയൂ? അത് ഞാൻ എങ്ങനെ അറിയാനാ? പരമനായരുടെ കടയിൽ അരയ്ക്കുന്നത് അവളാ അല്ലേ വിളിച്ചപ്പാടെ? ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോ മാഷൊന്നും പറഞ്ഞില്ല. ഇതാ വലിയ ഉരുളി കൊണ്ടിട്ടോ. എന്റെ ഈശോയെ ഒന്ന് വാടച്ചു വെക്കണ്ടായിരുന്നോരെ. ആശ്രയിരിക്കണ പോലെയല്ല വായി തുറന്നിരിക്കണത്. അയ്യോ, ഇതാ അര പോരെ. തന്നാലുണ്ടല്ലോ. ഇതെന്താണ്? കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ കരിയിട്ട് വെക്കുന്ന പെട്ടി. കരിപ്പെട്ടി. എടോ പണ്ടാരമേ, കരിപ്പെട്ടി. ചക്കര എടുക്കാനാ ആ പറഞ്ഞത്. ചക്കരക്ക നിങ്ങൾ കരിപ്പെട്ടി എന്ന് പറയാ. അപ്പൊ പഞ്ചാരക്ക് എന്താ പറയാ? വെള്ളപ്പെട്ടിന്നാ. ഇക്കണക്കിന് കുന്തിരിക്ക എടുക്കാൻ പറഞ്ഞ താൻ കുന്ത ഉരുക്കി കൊണ്ടുവരുമല്ല. ഈ മരപ്പട്ടിനാണ് ഞാൻ കരിപ്പെട്ടി എടുക്കാൻ ഏൽപ്പിച്ചത്. ആ അമ്മു, ഈ കരിപ്പെട്ടി എവിടെ ഇരിക്കാ? ചക്കരേ, അവളെ ഇപ്പൊ ഒന്നിനും വിളിക്കണ്ട. ചക്കരൊക്കെ ഞാൻ എടുത്ത നീ എന്ന് ആ ആടലോടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക്. ആട് ഒരു ലോഡാ? അജമാംസ രസായനത്തിനാ? എന്തേ കൺഫ്യൂഷനായ? ഓമനക്കുട്ടേട്ടാ, എന്തോ? ഇത്തിരി നെല്ലിക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കുവോ? പിന്നെ തന്നേക്ക്. ഇവിടെ ഇരിക്കുന്നു. ഇതാ ഈ ചക്ക. ഇതൊരുമാതിരി കൊലച്ചെറിയായി പോയിട്ടാ. നെല്ലിക്കെന്ന് പറഞ്ഞപ്പോ 5-6 ഉണ്ടാവുന്നു ഞാൻ വിചാരിച്ചു. ഇതൊരു ചാക്കണ്ടല്ല. ഒന്ന് താങ്ങി. ഇതാണോ താങ്ങ്? ഇതിനും കഴിഞ്ഞ ഒറ്റക്ക് താങ്ങായിരുന്നു. ഇത് ഒരു ചാക്കിനകത്ത് 2 ചാക്ക് നെല്ലിക്ക കുത്തിക്കയറ്റി വെച്ചേക്കാനല്ല. ഒടുക്കത്തെ കാനും. മാഷെ കൈപ്പുണ്യം എന്ന് പറയുന്നത് എന്താ വെച്ചോ? മാഷെ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ലോ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി തല പൊതിച്ചിട്ടുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഓമനക്കുട്ട, ആ തല പൊതിച്ചിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. തല പൊതിക്കാനാ കമ്പിപ്പാരം മതിയാ? ബ്രദർ, തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങ് എടുക്കാനാണ് പറഞ്ഞത്. വെറുതെ ആശിപ്പിച്ചു. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ് വെക്കേണ്ടത്. അതിലും വലിയൊരു തളം എന്റെ തലയെ കെട്ടിവെച്ചിട്ടുണ്ടല്ല. ഇവിടുത്തെ പെൺതളം. അത് സ്ത്രീധനം പോലും തരാണ്ട്.
തളിരില മാത്രമേ പാടുള്ളൂ. ഒരു പാമ്പിനെ കിട്ടിയിരുന്ന ഈ പാല് കൊടുത്ത് വളർത്തായിരുന്നു. വളർത്താം. പിച്ചക്കാരൻ എന്തെങ്കിലും കൊടുക്കച്ചാ? കൊടുക്കാം. തരാം. ധാര തുടങ്ങാൻ പോകുകയാകുന്നു. ആരാ? ധാര, ജലധാര. അത് അച്ഛന്റെ ആരാ? എന്താണ് വലിയ ആൾക്കാർ സംസാരിക്കണ്ടില്ലേ? അതിന്റെ ഇടയിലെ വെള്ളം ഒഴിക്കണേ? അതൊന്നും കാര്യമാക്കണ്ട, ഒഴിക്കുക. ഇരിക്കാനൊന്നും എനിക്ക് തരില്ല, എനിക്ക് വെട്ടിട്ട് പോണം. കാണിക്കണേ, ആ കത്തിങ്ങട് തരൂ. അവിടെ ഇരിക്കാൻ കണ്ടോ, ഇപ്പൊ എത്ര നല്ല കുട്ടിയാ. അമ്മ വെള്ളം ഒഴിച്ച എനിക്ക് പനി വരില്ല. മാർദി ഉണ്ടാ പക്രു. അപ്പൊ അതായിരുന്ന കാര്യം.